ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കടല റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ ടിപ്സുകൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ തലേദിവസം കുതിർക്കാനിട്ട ഒരു കപ്പ് കടലയാണത്. അതിലോട്ട് നമ്മൾ ഒരു അരക്കഷ്ണം സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം കൈ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ തിരുമ്മി യോജിപ്പിക്കണം. സവോള ചേർക്കുന്നത് കടലയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അതൊരു ടിപ്പാണ്. അത് നമ്മൾ ആവശ്യത്തിന് വിസിലടിച്ച് വേവിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടാക്കി അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമ്മളതിൽ കുറച്ച് പെരിഞ്ജീരകം ഒന്ന് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു സവോളയാണ് ഞാനിവിടെ കൊത്തി അരിഞ്ഞെടുത്തത്. സവോളയും വേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. അപ്പോൾ സവോളയുടെ കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ അര മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതിൽ അടുത്തതാണ് നമ്മുടെ കടലക്കറിയുടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഈ റെസിപ്പിയിൽ തക്കാളി ചേർക്കുന്നില്ല. തക്കാളി ആരും ചേർക്കരുത്. ഇത് തക്കാളി ഇല്ലാതെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരകിയ തേങ്ങ ഒരു പിടി, ഒരു അരക്കപ്പോളം ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം നമ്മുടെ മസാലയുടെ കൂടെ ഇളക്കി യോജിപ്പിച്ച് കുറച്ചേരൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊന്ന് കടല റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്താണെന്നുള്ള കാര്യം. തേങ്ങ ഇട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ചേർക്കാം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടല അതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആ മസാല എത്തുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഈ ഒരു ഇത്രയും ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കാം. ഇനി അതല്ല നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഇത്തിരി ചാറ് വേണമല്ലോ. അപ്പോൾ ഇത്തിരി ചാറ് വേണമെന്നുള്ളവർക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്തിട്ട് നല്ലോണം ഇളക്കി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മൂടി വയ്ക്കണം. മൂടി വെച്ചാൽ ചാറൊന്ന് കുറുകുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പിൻ്റെ ഇതിൽ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കടലക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.